Hi students, welcome back to the next class of biology. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചും അതുപോലെ തന്നെ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ബാലൻസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ, ദെൻ ഫോട്ടോസിന്തസിസ്, ഈ ഒരു 3 ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്തത്. അതിൽ നമ്മൾ ഫസ്റ്റ് പഠിച്ചത് ഗ്ലോബൽ വാർമിംഗ് ആണ്. ഈ 3 ടോപ്പിക്കും നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. കുറേ കുട്ടികളൊക്കെ ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ടോപ്പിക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഏതൊരു ക്ലാസ് എടുക്കുകയാണെങ്കിലും അപ്പോൾ തന്നെ അതിൻ്റെ നോട്ട് എഴുതുക. അതുപോലെ തന്നെ അപ്പോൾ തന്നെ ആ ഒരു ടോപ്പിക്ക് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. നിങ്ങൾക്ക് മനസ്സിലാവാത്ത എന്തെങ്കിലും ഭാഗങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഗ്ലോബൽ വാർമിങ്ങും ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ബാലൻസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ, അതുപോലെ തന്നെ ഫോട്ടോസിന്തസിസ്, ഈ 3 ടോപ്പിക്ക് എന്താണെന്നൊന്നും ജസ്റ്റ് പറഞ്ഞു തരാം. ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഡേഞ്ചറസ് ഫിനോമിനയാണെന്ന് പറഞ്ഞു. എന്താണ് അതിന് കാരണം? എർത്തിലെ ടെമ്പറേച്ചർ, അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഫിനോമിനയാണ് ഗ്ലോബൽ വാർമിംഗ്. ഗ്ലോബൽ വാർമിങ്ങിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇൻക്രീസിങ് ദ ലെവൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിലെ കാർബൺ ഡൈ ഓക്സൈഡ് ഇൻക്രീസ് ചെയ്യുമ്പോഴുള്ള ഒരു ഇൻക്രീസ് ചെയ്യുന്നത് മൂലം ഉള്ള ഒരു ഒരു ഫിനോമിനയാണ് ഇത് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു പ്ലാന്റ്സ് ക്യാൻ റെസിസ്റ്റ് ഗ്ലോബൽ വാർമിംഗ് ഇൻ സർട്ടൻ എക്സ്റ്റെന്റ്. പ്ലാന്റ്സിന് മാത്രമാണ് ഗ്ലോബൽ വാർമിംഗ് ഒരു പരിധി വരെ തടയാൻ കഴിയുന്നത്. അതെങ്ങനെയെന്ന് പഠിച്ചതാണ് നമ്മൾ ഫോട്ടോസിന്തസിസ്. ആ ഒരു പ്രോസസ്സിലൂടെയാണ് പ്ലാന്റ്സ് എന്ത് തടയുന്നത്? ഗ്ലോബൽ വാർമിംഗ് എന്നുള്ള പ്രോസസ്സ് തടയുന്നത് അല്ലേ. അപ്പോൾ ജൂൺ 5 ഇപ്പോൾ കഴിഞ്ഞു, ഇന്നലെ ആയിരുന്നു ജൂൺ 5. നിങ്ങളെല്ലാവരും വീട്ടിൽ പ്ലാന്റ് നട്ടിട്ടുണ്ടായിരിക്കും. എന്താണ് പ്ലാന്റ് അല്ലെങ്കിൽ ഒരു തൈ വെച്ച് പിടിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് നിങ്ങളെപ്പോലെ പഠിക്കുന്ന കുട്ടികൾ, ഫോട്ടോസിന്തസൈസും ഗ്ലോബൽ വാർമിങ്ങും ഗ്രീൻ ഹൗസ് ഇഫക്റ്റും ഒക്കെ പഠിച്ച നിങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥികളാണ് ഇതറിയാത്ത മറ്റു പലർക്കും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഈ ഒരു ഇൻഫർമേഷൻ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പം നിങ്ങൾക്കറിയാം. അപ്പം നിങ്ങളെല്ലാവരും ഇന്നലെ തൈ നട്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നടണം. വെറുതെ നട്ടാൽ മാത്രം പോരാ, അതൊരു ട്രീ ആയി വരുന്നത് വരെ നമ്മളതിനെ പരിപാലിച്ചു കൊണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഫോട്ടോസിന്തസൈസിൽ കടക്കാം. ഫോട്ടോസിന്തസൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഫോട്ടോസിന്തസിസ് ഈസ് എ പ്രോസസ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് അല്ലെങ്കിൽ മേക്കിംഗ് ഓഫ് ഫുഡ് ബൈ ഗ്രീൻ പ്ലാന്റ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് അല്ലെങ്കിൽ ഗ്രീൻ പ്ലാന്റ്സ് ഫ്രം കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സൺലൈറ്റ്. അതായത് സൺലൈറ്റിൻ്റെ ഹെൽപ്പിൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉപയോഗിച്ച് ഗ്രീൻ പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പഠിച്ചത്? ഫോട്ടോസിന്തസൈസ്. ഓക്കെ, ഇനി ഈ ഫോട്ടോസിന്തസൈസ് നടക്കുന്നത് അല്ലെങ്കിൽ പ്ലാന്റ്സിലെ കിച്ചൺ എന്ന് പറയുന്ന, അവരുടെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന കിച്ചൺ എന്നറിയപ്പെടുന്നത് ആരാണ്? ലീവ്സ് ആണ് അല്ലേ. അപ്പോൾ കിച്ചൺ ഓഫ് ബയോസ്ഫിയർ അല്ലെങ്കിൽ ഓർഗൻ ഓഫ് ഫോട്ടോസിന്തസൈസ് എന്നറിയപ്പെടുന്നത് ലീവ്സ് ആണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ക്ലോറോപ്ലാസ്റ്റിനെ കുറിച്ച് പഠിച്ചു. ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഒരു സെൽ ഓർഗനല്ലാണ്. അതെവിടെയാണ് കാണപ്പെടുന്നത്? ഗ്രീൻ പ്ലാന്റ്സിൽ കാണപ്പെടുന്നുണ്ട്. പിന്നെ അതിലാണ് അത് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന സെൽ ഓർഗനൽ കണ്ടെയ്നിങ് എ പിഗ്മെന്റ് ഈസ് കോൾഡ് ക്ലോറോഫിൽ. ഈ ക്ലോറോഫിൽ എന്നുള്ള പിഗ്മെന്റ് ആണ് ഫോട്ടോസിന്തസൈസ് എന്നുള്ള പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും സൺലൈറ്റും മാത്രമല്ല മിനറൽസും സോൾട്ടും ക്ലോറോഫിൽ എന്ന് പറയുന്ന പിഗ്മെന്റും ഒക്കെ വേണം ഏത് പ്രോസസ്സിന്? ഫോട്ടോസിന്തസൈസിന്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് സ്ട്രക്ചർ ഓഫ് ക്ലോറോപ്ലാസ്റ്റ്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് അവർ ക്ലാസ്. ഇനി എല്ലാവരും ഈ പിക്ചറിലോട്ട് നോക്കാം. ഈ പിക്ചറിൽ ഞാൻ ലീഫിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ലീഫിനെ കട്ട് ചെയ്ത് സ്റ്റെയിൻ ചെയ്ത് അതിനെ നമ്മളൊരു മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്യണം. അപ്പോൾ ഈ സെക്ഷനിങ് അല്ലെങ്കിൽ സ്റ്റെയിനിങ് മെത്തേഡ് നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ആ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമുക്കിപ്പോൾ സ്കൂളിലെല്ലാം നമുക്കറിയാം, സ്കൂളിലൊന്നും പോകാൻ പറ്റാത്ത സ്ഥിതിയാണ്, അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ജസ്റ്റ് ഇങ്ങനെ പറയാൻ മാത്രമാണ് സാധിക്കുന്നത്. ഇനി നമ്മൾ സ്കൂൾ തുറക്കുന്ന ഒരു അവസരം ഉണ്ടായാൽ ഈ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക, ലീഫ് എടുത്തു. ഈ ലീഫിനെ
ഈ ലീഫിന്റെ സ്ട്രക്ചർ, അതായത് ക്രോസ് സെക്ഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ലീഫിന്റെ അപ്പറിൽ കാണപ്പെടുന്ന സെൽസ് ആണ് എപ്പിഡെർമൽ സെൽസ്. നിങ്ങൾ എല്ലാവരും എപ്പിഡെർമൽ സെൽസ് ആ പിക്ചറിൽ കണ്ടോ? ഇതാണ് എപ്പിഡെർമൽ സെൽസ്. പിന്നെ നമ്മുടെ സ്റ്റൊമാറ്റ കാണുന്നുണ്ട്. ഈ സ്റ്റൊമാറ്റ എന്താണ്? നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ലീഫിന്റെ അപ്പർ സർഫസിൽ കാണപ്പെടുന്ന ഒരു പോർ അല്ലെങ്കിൽ ഒരു ഓപ്പണിംഗ് ആണ് ഇത് സ്റ്റൊമാറ്റ. ഈ സ്റ്റൊമാറ്റയിലൂടെയാണ് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. അതായത് ഫോട്ടോസിന്തസൈസിന്റെ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ടും അതുപോലെ തന്നെ ഓക്സിജൻ അകത്തോട്ടും. പിന്നെ റെസ്പിറേഷന്റെ സമയമാണെങ്കിൽ ആനിമൽസിനെ പോലെ തന്നെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലാന്റ്സിന്റെ ഉള്ളിലോട്ടും, അതുപോലെ തന്നെ ഓക്സിജൻ ലീഫിന്റെ ഉള്ളിലോട്ടും, അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ടും പോകുന്നത് റെസ്പിറേഷൻ. ഓക്കെ, അപ്പൊ ഈ റെസ്പിറേഷനും ഫോട്ടോസിന്തസൈസും നടക്കുന്ന സമയത്ത് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത് ഈ ലീഫിന്റെ അപ്പർ സർഫസിലുള്ള ഒരു ഓപ്പണിംഗ് ഉണ്ട്. ആ ഓപ്പണിങ്ങിന്റെ പേരാണ് സ്റ്റൊമാറ്റ. നിങ്ങൾ 5th-ലും 6th-ലും ഒക്കെ സ്റ്റൊമാറ്റയെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ചിത്രം നോക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിച്ചിട്ടുള്ളത് ലീഫിന്റെ അതിന്റെ ഉള്ളിലെ ഒരു സെല്ലാണ്. ഒറ്റ സെല്ല് മാത്രം അവിടേക്ക് എടുത്ത് വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ സെല്ലിന്റെ ഉള്ളിലെ സെൽ ഓർഗനലായിട്ടുള്ള ക്ലോറോപ്ലാസ്റ്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ കാണിച്ചിട്ടുള്ളതാണ് ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ. എല്ലാവരും ബോർഡിലോട്ട് നോക്കുക. ബോർഡിൽ കാണിച്ചിട്ടുള്ളതാണ് എന്ത്? ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ. ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ. ഓക്കെ, ഇനി എല്ലാവരും ബോർഡിലോട്ട് നോക്കുക. ബോർഡിൽ ഈ കാണിച്ചിട്ടുള്ളതാണ് ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇനി നോക്കാം, നമുക്ക് ഈ ക്ലോറോപ്ലാസ്റ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ച കാര്യങ്ങൾ, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിരുന്നു, മോർ നമ്പർ ഓഫ് ക്ലോറോപ്ലാസ്റ്റ് സീൻ ഓൺ ദ അപ്പർ പാർട്ട് ഓഫ് ദ ലീഫ് ദാൻ ലോവർ പാർട്ട്. അതായത് ക്ലോറോപ്ലാസ്റ്റ് ഏറ്റവും കൂടുതൽ എവിടെയാണ് കാണപ്പെടുന്നത്? ലീഫിന്റെ അപ്പർ പാർട്ടിൽ, അല്ലെ, മുകൾ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. നിങ്ങൾ ഈ ഒരു ലീഫ് നോക്കുക. ഈ ലീഫിന്റെ ഇതാണ് ഇതിന്റെ അപ്പർ സൈഡ്. ഇനി ഇതാണ് ഈ ലീഫിന്റെ ലോവർ സൈഡ്. ഓക്കെ, ഇനി നിങ്ങൾ ഈ കളർ ചേഞ്ച് നോക്കുക. അപ്പർ സർഫസിലെ കുറച്ചും കൂടി ഡാർക്ക് ഗ്രീൻ കളറല്ലേ കാണുന്നത്. ലോവർ സർഫസിലോട്ട് നോക്കിക്കേ. ലോവർ സർഫസിലാണെങ്കിൽ എന്താണ്? കുറച്ച് ലൈറ്റ് ഗ്രീൻ കളറാണ് അല്ലേ. അപ്പർ സർഫസിൽ ഡാർക്കും ലോവർ സർഫസിൽ എന്താണ്? കുറച്ച് ലൈറ്റ് ഗ്രീനുമാണ്. അപ്പൊ ഇതിന് കാരണം എന്താണ്? മോർ നമ്പർ ഓഫ് ക്ലോറോപ്ലാസ്റ്റ് സീൻ ഓൺ ദ അപ്പർ സൈഡ് ദാൻ ലോവർ സൈഡ്. അതായത് ഏറ്റവും കൂടുതൽ ക്ലോറോപ്ലാസ്റ്റ് എവിടെയാണ്? ലീഫിന്റെ അപ്പർ സൈഡിലാണ് കാണപ്പെടുന്നത്. അതെന്തുകൊണ്ടാണ്? ഏറ്റവും കൂടുതൽ ഫോട്ടോസിന്തസൈസ് നടക്കുന്നത് ഏത് സൈഡിലാണ്? അപ്പർ സൈഡിലാണ്. കാരണം സൺലൈറ്റ് ഏറ്റവും കൂടുതൽ കിട്ടുക നമ്മുടെ ലീഫിന്റെ അപ്പർ സൈഡിലാണ്. ലോവർ സൈഡിലോട്ട് സൺലൈറ്റ് കിട്ടുന്ന അതിന്റെ എമൗണ്ട് കുറയും. അപ്പോൾ ഫോട്ടോസിന്തസൈസ് നടക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്ന ഫോട്ടോസിന്തസൈസിന്റെ എമൗണ്ട് ആണ് അവിടെ കുറയുന്നത്. മനസ്സിലായോ? ഇനി നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ക്ലോറോപ്ലാസ്റ്റ് കണ്ടെയ്നിങ് എ പിഗ്മെന്റ് ഈസ് കോൾഡ് ക്ലോറോഫിൽ. ഇനി ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിൽ ഒരു പിഗ്മെന്റ് ഉണ്ട്. ദ പിഗ്മെന്റ് ഈസ് കോൾഡ് ക്ലോറോഫിൽ. ആൻഡ് ഫോട്ടോസിന്തസൈസ് ടേക്സ് പ്ലേസ് ഇൻ ക്ലോറോപ്ലാസ്റ്റ്. നമുക്ക് അറിയുന്ന കാര്യമാണ് ഫോട്ടോസിന്തസൈസ് നടക്കുന്നത് ഏത് സെൽ ഓർഗനലിന്റെ ഉള്ളിലാണ്? ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിലാണ്. ഇനി നോക്കാം. ഇറ്റ് ഒക്കേഴ്സ് നോട്ട് ഓൺലി ഇൻ ലീവ്സ് ബട്ട് ഇൻ റീജിയൻ wherever chloroplast is present. അതായത് ഫോട്ടോസിന്തസൈസ് വെറും ലീവ്സിൽ മാത്രമല്ല നടക്കുന്നത്. ക്ലോറോപ്ലാസ്റ്റ് ആ പ്ലാന്റിന്റെ ഏതൊക്കെ ഭാഗങ്ങളിലുണ്ടോ അവിടെയൊക്കെ ഏത് പ്രോസസ്സ് നടക്കുന്നുണ്ട്? ഫോട്ടോസിന്തസൈസ് നടക്കുന്നുണ്ട്. പക്ഷെ കൂടുതൽ നടക്കുന്നത് എവിടെയാണ്? ലീവ്സിലാണ്. മനസ്സിലായോ? അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ സ്ട്രക്ചറിലോട്ട് കിടക്കുകയാണ്. അതായത് സ്ട്രക്ചറിന്റെ ഉള്ളിൽ ഏതൊക്കെ പാർട്സ് ഉണ്ട് എന്നൊക്കെ ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ പിക്ചർ നോക്കുക. ഞാൻ പറഞ്ഞു ഇതാണ് ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ. ഇനി എന്താണ് ഈ ക്ലോറോപ്ലാസ്റ്റ്? ക്ലോറോപ്ലാസ്റ്റ് ഈസ് എ ഡബിൾ ലെയേർഡ് സെൽ ഓർഗനൽ. ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡബിൾ ലെയേർഡ് സെൽ ഓർഗനൽ പ്രസന്റ് ഇൻ ദ പ്ലാന്റ് സെൽ. പ്ലാന്റ് സെല്ലിലും ചില പ്രൊട്ടിസ്റ്റയിലും കാണപ്പെടുന്നുണ്ട്. പ്ലാന്റ്സിലും പ്രൊട്ടിസ്റ്റയിലും ഒക്കെ കാണപ്പെടുന്ന ഒരു സെൽ ഓർഗനലാണ് ഇത് ക്ലോറോപ്ലാസ്റ്റ്. ഓക്കെ, അപ്പൊ എന്താണ് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ ഡബിൾ ലെയേർഡ് സെൽ മെംബ്രെയിൻ, സെൽ ഓർഗനൽ. മനസ്സിലായോ? ഇനി ഈ സ്ട്രക്ചറിന്റെ ഉള്ളില്, അതായത് ഈ ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ ഉണ്ട് എന്ന് പറഞ്ഞു. ഒരു ഔട്ടർ മെംബ്രെയിനും ഉണ്ട്, അതുപോലെ തന്നെ ഇന്നർ മെംബ്രെയിനും ഉണ്ട്. ഇന്നർ മെംബ്രെയിനിൽ ഒരു ഫ്ലൂയിഡ് പ്രസന്റ് ആണ്. ഓക്കെ, അപ്പൊ ഫ്ലൂയിഡ് പ്രസന്റ് ഇൻസൈഡ് ദ ഇന്നർ മെംബ്രെയിൻ ഈസ് കോൾഡ് സ്ട്രോമ.
അതായത് ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിൽ, ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡബിൾ ലെയർ ഉണ്ട്. ഒരു ഔട്ടർ ലെയർ ഉണ്ട്, ഒരു ഇന്നർ ലെയർ ഉണ്ട്. അങ്ങനെയുള്ള ഒരു സെൽ ഓർഗനലാണ് ക്ലോറോപ്ലാസ്റ്റ്. ആ ക്ലോറോപ്ലാസ്റ്റിന്റെ ഇന്നർ ലെയറിന്റെ ഉള്ളിൽ ഒരു ഫ്ലൂയിഡ് പാർട്ട് ഉണ്ട്. ദ ഫ്ലൂയിഡ് പാർട്ട് ഈസ് കോൾഡ് സ്ട്രോമ. എന്താണ്? സ്ട്രോമ. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡ് പാർട്ടാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? സ്ട്രോമ. മനസ്സിലായോ? ഇനി നോക്കുക, നെക്സ്റ്റ് പാർട്ടാണ് എ ഫ്ലൂയിഡ് ഫിൽഡ് മെംബ്രെയിൻ ബൗണ്ട് സാക് പ്രസന്റ് ഇൻ ദി സ്ട്രോമ ഈസ് കോൾഡ് തൈലക്കോയിഡ്. ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇന്നർ മെംബ്രെയിൻ്റെ ഉള്ളിലെ ഫ്ലൂയിഡ് ആണ് സ്ട്രോമ. ഈ സ്ട്രോമയുടെ ഉള്ളിൽ തന്നെ ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിട്ടുള്ള കുറച്ച് മെംബ്രെയിൻസ് ഉണ്ട്. ഓക്കെ, മെംബ്രെയിൻ സാക്കുകളുണ്ട്, അറകളുണ്ട്. ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിട്ടുള്ള അറകളുണ്ട്. അതിന് പറയുന്ന പേരാണ് ഫ്ലൂയിഡ് കണ്ടെയ്നിങ് മെംബ്രെയിനിയസ് സാക്ക്. ഓക്കെ, മെംബ്രെയിനിയസ് സാക്സ് ഉണ്ട്. ആ സാക്സ് അറിയപ്പെടുന്ന പേരാണ് തൈലക്കോയിഡ്. തൈലക്കോയിഡ് ഒന്നും നിങ്ങളുടെ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് പഠിക്കാനില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുകയാണേ. അപ്പോൾ തൈലക്കോയിഡ് എന്ന് പറയും. ഇനി ഈ മെംബ്രേനിയസ് സാക്കുകൾ, ഈ തൈലക്കോയിഡ്സ് ഇങ്ങനെ അടുക്കടുക്ക് പോലെ, കോയിൻസ് പോലെ, ഈ ചിത്രത്തിലോട്ട് എല്ലാവരും നോക്കുക, ഇതിൽ കോയിൻസ് പോലെ അറേഞ്ച് ചെയ്തിട്ടിരിക്കുന്നത് കണ്ടോ? തൈലക്കോയിഡ്സ് കോയിൻസ് പോലെ അറേഞ്ച് ചെയ്തിരിക്കുന്നുണ്ട്. ആൻഡ് ദീസ് പാർട്ട് ഈസ് കോൾഡ് ഗ്രാന. ഓക്കെ, അപ്പോൾ തൈലക്കോയിഡ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് എ ഡിസ്ക് ഷേപ്ഡ് സ്റ്റാക്സ് ആർ കോൾഡ് ഗ്രാന. തൈലക്കോയിഡ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇങ്ങനെ അടുക്കുകളായി, നാണയത്തിന്റെ അടുക്കുകൾ പോലെ കാണപ്പെടുന്നുണ്ട്. അതിനെ കംപ്ലീറ്റ് നമ്മൾ പറയുന്ന പേരാണ് ഗ്രാന. നമ്മൾ 9th നമുക്ക് പഠിക്കാനുള്ളത് സ്ട്രോമയും ഗ്രാനയും. തൈലക്കോയിഡ് എന്നുള്ള വേർഡ് പഠിക്കുന്നില്ല. നമ്മൾ പഠിക്കേണ്ടത് ഫ്ലൂയിഡ് പാർട്ടാണ് സ്ട്രോമ. ഇനി ഇങ്ങനെ മെംബ്രേനിയസ് സാക്സ് അല്ലെങ്കിൽ ഡിസ്ക് പോലുള്ള സാക്കുകള് അടുക്കി വെക്കുക, വൺ എബോ അതർ. ഓക്കെ, ഒന്നൊന്നിന് മീതെയായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഗ്രാന എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്തൊരു പാർട്ടാണ് ഈ സ്ട്രോമ ലാമെല്ല. പിക്ചറിൽ നോക്കുക, സ്ട്രോമ ലാമെല്ല. സ്ട്രോമ ലാമെല്ല എന്ന് പറഞ്ഞാൽ രണ്ട് ഗ്രാനകളെ തമ്മിൽ, അല്ലെങ്കിൽ കണക്ഷൻ ബിറ്റ്വീൻ ദ ഗ്രാനകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഇത് സ്ട്രോമ ലാമെല്ല. ഓക്കെ, ഒന്നും കൂടി പറഞ്ഞുതരാം. ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡബിൾ ലെയേർഡ് സെൽ ഓർഗനൽ. ഓക്കെ, ആൻഡ് ദ ഇന്നർ മെംബ്രെയിൻ, അതിനൊരു ഔട്ടർ മെംബ്രെയിനും ഉണ്ട്, ഇന്നർ മെംബ്രെയിനും ഉണ്ട്. ഇന്നർ മെംബ്രെയിൻ കണ്ടെയ്നിങ് എ ഫ്ലൂയിഡ് പാർട്ട് ഈസ് കോൾഡ് സ്ട്രോമ. ഇന്നർ മെംബ്രെയിൻ്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡ് പാർട്ടാണ് സ്ട്രോമ. ഇനി ആ സ്ട്രോമയുടെ ഉള്ളിലുള്ള മെംബ്രേനിയസ് സാക്കുകളാണ് തൈലക്കോയിഡ്സ്. തൈലക്കോയിഡ്സ് ഇങ്ങനെ സ്റ്റാക്ക് അല്ലെങ്കിൽ ഡിസ്ക് പോലെ അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഗ്രാന. ഓക്കെ, നാണയത്തുട്ടുകൾ പോലെ, നാണയങ്ങൾ ഇങ്ങനെ അടുക്കി അടുക്കി വെക്കുക, ഡിസ്കുകൾ ഇങ്ങനെ അടുക്കി അടുക്കി വെക്കില്ലേ, അതുപോലുള്ള ആകൃതിയിലുള്ള ഒരു ഭാഗമുണ്ട്. ആ ഭാഗമാണ് ഗ്രാന. ഇനി ഗ്രാനകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗം, കണക്ഷൻ ബിറ്റ്വീൻ ദ 2 or more granas is called stroma lamella. ഇത്രയും മനസ്സിലായോ? ഇത്രയുമാണ് നമ്മുടെ ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ പറയുന്നത്. ഇനി ഈ ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിൽ നമ്മൾ പറഞ്ഞു എന്താണ്? ക്ലോറോപ്ലാസ്റ്റ് കണ്ടെയ്നിങ് എ പിഗ്മെന്റ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിലുള്ള പിഗ്മെന്റ്സിനെ കുറിച്ചാണ്. ഇനി നോക്കാം, നമ്മൾ പറഞ്ഞു ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിലാണ് പിഗ്മെന്റ്സ് കാണപ്പെടുന്നത് അല്ലെ. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിലെ ഏത് ഭാഗത്താണ് ഈ പിഗ്മെന്റ്സ് കാണപ്പെടുന്നത് എന്നറിയോ? ക്ലോറോപ്ലാസ്റ്റിലെ ഗ്രാനയിലാണ് പിഗ്മെന്റ്സ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ പിഗ്മെന്റ്സ് ആർ ഫൗണ്ട് ഇൻ ദ ഗ്രാന ഓഫ് ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റിന്റെ ഗ്രാനയിലാണ് ആര് കാണപ്പെടുന്നത്? നമ്മുടെ പിഗ്മെന്റ്സ്, ഫോട്ടോസിന്തസൈസിന് ഹെൽപ്പ് ചെയ്യുന്ന പിഗ്മെന്റ്സ് കാണപ്പെടുന്നത്. നെക്സ്റ്റ് പോയിന്റ് നോക്കുക, ക്ലോറോഫിൽ എ, അതായത് ഡിഫറെന്റ് ടൈപ്സ് പിഗ്മെന്റ്സ് ഏതൊക്കെയാണ്? ക്ലോറോഫിൽ എ ഉണ്ട്, ക്ലോറോഫിൽ ബി ഉണ്ട്, കരോട്ടിൻ ഉണ്ട്, സാന്തോഫിൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ ക്ലോറോപ്ലാസ്റ്റിൽ കാണപ്പെടുന്ന പിഗ്മെന്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്തെഴുതും? ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, കരോട്ടിൻ, ദെൻ സാന്തോഫിൽ. ഇത്രയുമാണ് ക്ലോറോപ്ലാസ്റ്റിലെ ഗ്രാനയിൽ കാണപ്പെടുന്ന പിഗ്മെന്റ്സ്. ഇനി നോക്കാം, ഓൺലി ക്ലോറോഫിൽ എ ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഡയറക്റ്റ് ഇൻ ഫോട്ടോസിന്തസൈസ്. നമ്മൾ പറഞ്ഞു പിഗ്മെന്റ്സ് ആണ് ഫോട്ടോസിന്തസൈസ് എന്നുള്ള പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെ. പക്ഷെ ഫോട്ടോസിന്തസൈസ് എന്നുള്ള ആ പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഓൺലി ക്ലോറോഫിൽ എ. ഓക്കെ, അപ്പോൾ ക്ലോറോഫിൽ എ എന്ന് പറയുന്ന പിഗ്മെന്റ് മാത്രമാണ് ഫോട്ടോസിന്തസൈസ് എന്നുള്ള പ്രോസസ്സിൽ ഡയറക്റ്റ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ള പിഗ്മെന്റ്സ് ഉണ്ട്, കരോട്ടിനും സാന്തോഫിലും ക്ലോറോഫിൽ ബിയും. ഈ മൂന്നെണ്ണം ഇൻഡയറക്റ്റ് ആയിട്ടാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഏതൊക്കെയാണ്? ഓൾ അതർ പിഗ്മെന്റ്സ്
മറ്റ് അതർ പിഗ്മെന്റ്സ്, അതായത് ക്ലോറോഫിൽ ബി, കരോട്ടിൻ, സാന്തോഫിൽ, ഈ 3 പിഗ്മെന്റ്സും ഇൻഡയറക്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതായത് ബാക്കിയുള്ള ഈ 3 പിഗ്മെന്റ്സും ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ ലൈറ്റിനെ നേരെ ആർക്ക് ട്രാൻസ്ഫർ ചെയ്യും, ക്ലോറോഫിൽ എക്ക് ട്രാൻസ്ഫർ ചെയ്യും. മനസ്സിലായോ? അതായത് ഒന്നും കൂടി പറഞ്ഞുതരാം. ഫോട്ടോസിന്തസൈസ് എന്നുള്ള പ്രോസസ്സിലോട്ട് നേരിട്ടിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ക്ലോറോഫിൽ എ ആണ്. ബാക്കി പിഗ്മെന്റ്സ് ക്ലോറോഫിൽ ബി, കാരോട്ടിൻ, സാന്തോഫിൽ ഇതൊന്നും ഡയറക്റ്റ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല, ഇൻഡയറക്റ്റ് ആയിട്ടാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ഇൻഡയറക്റ്റ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് നോക്കാം. ഈ 3 പിഗ്മെന്റ്സും ലൈറ്റ് അബ്സോർബ് ചെയ്യും. എന്നിട്ട് നേരെ അത് ആർക്ക് ട്രാൻസ്ഫർ ചെയ്യും, ക്ലോറോഫിൽ എക്ക് ട്രാൻസ്ഫർ ചെയ്യും. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള 3 പിഗ്മെന്റ്സ്, അതായത് ക്ലോറോഫിൽ ബി, കരോട്ടിൻ, സാന്തോഫിൽ, ഈ 3 പിഗ്മെന്റ്സും അറിയപ്പെടുന്നത് ആക്സസറി പിഗ്മെന്റ്സ് എന്നാണ്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ക്ലോറോപ്ലാസ്റ്റിനെ കുറിച്ചുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് ഒന്നും കൂടി ക്ലോറോപ്ലാസ്റ്റിനെ കുറിച്ചൊന്ന് പറഞ്ഞു നോക്കാം. ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഡബിൾ ലെയേർഡ് ആയിട്ടുള്ള ഒരു സെൽ ഓർഗനലാണ്. ഇനി ക്ലോറോപ്ലാസ്റ്റ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഒരു പ്ലാന്റ്സിന്റെ എല്ലാ ഭാഗത്തും കാണപ്പെടുന്നുണ്ട്, പക്ഷെ ലീഫിന്റെ അപ്പർ സൈഡിലാണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഓക്കെ, ഞാൻ ഇവിടെ പറഞ്ഞു എല്ലാ ഭാഗത്തും കാണുന്നില്ല, വേരിയിലൊന്നും കാണപ്പെടുന്നില്ല കേട്ടോ. ഗ്രീൻ കളറുള്ള ഭാഗങ്ങളിലൊക്കെ ക്ലോറോപ്ലാസ്റ്റ് കാണപ്പെടുന്നുണ്ട്. ക്ലോറോപ്ലാസ്റ്റ് ഫോട്ടോസിന്തസൈസിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെൽ ഓർഗനലാണ്. ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിലുള്ള പിഗ്മെന്റ് ആണ് ക്ലോറോഫില്ല്. ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഡബിൾ ലെയേർഡ് ആയിട്ടുള്ള ഒരു സെൽ ഓർഗനലാണ്. അതിന് ഔട്ടർ ലെയറും ഉണ്ട്, ഇന്നർ ലെയറും ഉണ്ട്. ഓക്കെ, ഇനി ഇന്നർ ലെയറിൽ ഒരു ഫ്ലൂയിഡ് പ്രസന്റ് ആണ്, അതിനെ പറയുന്ന പേരാണ് സ്ട്രോമ. ഓക്കെ, ഇനി ഈ സ്ട്രോമയിൽ ഈ ഫ്ലൂയിഡ് പാർട്ടിൽ കാണപ്പെടുന്ന മെംബ്രേനിയസ് സാക്കുകളുണ്ട്, അവയെ പറയുന്ന പേരാണ് തൈലക്കോയിഡ്സ്. ഇനി തൈലക്കോയിഡ്സ് ഇങ്ങനെ ഡിസ്ക് അല്ലെങ്കിൽ ഇങ്ങനെ നാണയങ്ങൾ പോലെ അടുക്കി വെച്ചിക്കുക, ഒന്നൊന്നിനു മേലെ. ഓക്കെ, 1 by 1 ആയിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്, അതിനെ പറയുന്ന പേരാണ് ഗ്രാന. ഓക്കെ, ഇനി ഗ്രാനകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് സ്ട്രോമ ലാമെല്ലേ. ഇനി ഗ്രാനയിൽ വെച്ചിട്ടാണ് ഫോട്ടോസിന്തസൈസ് എന്നുള്ള പ്രോസസ്സ് നടക്കുന്നത്. അതായത് ഫോട്ടോസിന്തസൈസിന് ഹെൽപ്പ് ചെയ്യുന്ന പിഗ്മെന്റ്സ് ഒക്കെ പ്രസന്റ് ആയിട്ടുള്ളത് ഗ്രാനയിലാണ്. ഫോട്ടോസിന്തസൈസിന് ഹെൽപ്പ് ചെയ്യുന്ന പിഗ്മെന്റ്സ് ആണ് ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, കരോട്ടിൻ, ദെൻ സാന്തോഫിൽ. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു ക്ലോറോഫിൽ എ ആണ് ഡയറക്റ്റ് ആയിട്ട് ഫോട്ടോസിന്തസൈസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ള പിഗ്മെന്റ്സ് ആയിട്ടുള്ള ക്ലോറോഫിൽ ബിയും, കരോട്ടിനും, സാന്തോഫിലും ഇൻഡയറക്റ്റ് ആയിട്ടാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ലൈറ്റിനെ അവർ അബ്സോർബ് ചെയ്യും, ആ ലൈറ്റ് നേരെ ആർക്ക് കൊടുക്കും, ക്ലോറോഫിൽ എക്ക് കൊടുക്കും. അങ്ങനെയാണ് മറ്റ് പിഗ്മെന്റ്സ് കാണിക്കുന്നത്. അതുകൊണ്ട് ആ പിഗ്മെന്റ്സ് അറിയപ്പെടുന്ന പേരാണ് ആക്സസറി പിഗ്മെന്റ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. ക്ലാസ് തന്നെ നിങ്ങൾ 1 or 2 തവണ നന്നായിട്ട് കാണുക. അതിനുശേഷം നന്നായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് ഓരോ പോയിന്റും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ സ്വയം വിലയിരുത്തുക. ഓക്കെ, എന്നിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. ഓക്കെ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക്